ഗോൾഡിൻ്റെ റേറ്റ് കൂടിയതുകൊണ്ടൊന്നുമല്ല. ഞാൻ എൻ്റെ കല്യാണത്തിന് എന്തായാലും ഗോൾഡ് ഇടില്ല എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇടുന്ന ഓർണമെൻറ്റ്സ് ഫാൻസി ആയിരിക്കും എന്ന് ഞാൻ ഫിക്സ് ചെയ്തിരുന്നു. ആൻഡ് അബൌട്ട് ദ റിസപ്ഷൻ കോസ്റ്റ്യൂം ഓൾസോ, അതും ഞാൻ റെൻറ്റിനെ എടുക്കുള്ളൂ എന്ന് പ്ലാനിലുണ്ടായിരുന്നു കേട്ടോ. ഈ റെൻറ്റിന് എടുക്കുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഹിന്ദു ബ്രൈഡ്സിന് നമുക്ക് കുറേ ചോയ്സസ് ഉണ്ടാവില്ല കേട്ടോ. കൂടുതൽ മുസ്ലിം ടൈപ്പാണ് ഡ്രസ്സൊക്കെ ഉണ്ടാവുക. എനിക്ക് എന്തായാലും അല്യൂറ പ്രീമിയം ബ്രൈഡൽ റെൻ്റൽ ഷോപ്പിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ തന്നെ ജ്വല്ലറിയുടെ ബ്രാൻഡാണ് കേട്ടോ ഗോൾഡൻ കപ്പ്. ഞാൻ പോയ ഔട്ട്ലെറ്റ് എടപ്പാളാണ്. അപ്പോൾ ഇവരുടെ ഒരേ ബിൽഡിങ്ങിൽ 2 ഫ്ലോറിലായിട്ടായിരുന്നു ഇവരുടെ കോസ്റ്റ്യൂമിൻ്റെയും അതുപോലെ തന്നെ ജ്വല്ലറിയുടെയും ഷോപ്സ് വരുന്നത്. ഭയങ്കര ആക്സസിബിൾ ആയിരുന്നു, കൺവീനിയൻ്റ് ആയിരുന്നു. അതുകൊണ്ട് താഴേന്ന് റിസപ്ഷൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ മേലെ പോയിട്ട് അതിന് പറ്റിയ ഓർണമെൻറ്റ്സ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്തിട്ട് തന്നെ അത് നമുക്ക് ഫിക്സ് ചെയ്യാം ഏത് വേണം എന്നുള്ളതൊക്കെ. എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ കല്യാണത്തിനുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഞാൻ റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇനി ബഡ്ജറ്റിനെ കുറിച്ച് പറയാം. വെഡ്ഡിങ് ജ്വല്ലറിയുടെ കാര്യമാണെങ്കിൽ അതൊരു 11,500 അടുത്താണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ റിസപ്ഷൻ്റെ ആണെങ്കിൽ ഒരു 7,000 അടുത്താണ് ബഡ്ജറ്റ് വരുന്നത്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്